പഞ്ചായത്ത് മെമ്പറെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഏരിയ സെക്രട്ടറിയും അവരെ അധിക്ഷേപിച്ചതിൽ മനംനൊന്താണ് അവരെ ആത്മഹത്യ ചെയ്തത്. പ്രതിഷേധിക്കാൻ ഏതു വഴിയും സ്വീകരിക്കുന്ന CPIM-ന് ഒരു ജീവനും ഒരു വിലയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആര്യനാട് കോട്ടയ്ക്കകം വാർഡ് മെമ്പറായ ശ്രീജയുടെ മരണം കേൾക്കേണ്ടി വന്നത്. പോലീസ് സ്റ്റേഷനിൽ മൊഴി പോലും എടുക്കാൻ വയ്യാതെ കുടുംബത്തെയും ഇപ്പോൾ ഇവർ വേട്ടയാടുകയാണ്. നീതി നിഷേധത്തോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ശരി. അവർ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു. അതല്ലെങ്കിൽ സ്ത്രീകളെ അവർ ഉപദ്രവിക്കുക തന്നെ ചെയ്യും. ശ്രീജയെ ഇന്ന് രാവിലെ വീട്ടിൽ ആസിഡ് കുടിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഉടൻ തന്നെ വീട്ടുകാർ ആര്യനാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കടുത്ത സാമ്പത്തിക പ്രശ്നമാണ് ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീജ മുൻപും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. മൃതദേഹം ആര്യനാട് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 3 മാസത്തിന് മുമ്പും ശ്രീജ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് പണം കൊടുക്കാനുണ്ടെന്ന് ആരോപണം ശ്രീജയ്ക്കെതിരെ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കഴിഞ്ഞ ദിവസം LDF ആര്യനാട് പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിൽ മനംനൊന്താണ് ശ്രീജ ജീവനൊടുക്കിയത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ശ്രീജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ ആരോപണവുമായി ശ്രീജയുടെ ഭർത്താവ് രംഗത്തെത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിജുമോഹൻ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ മനംനൊന്താണ് ശ്രീജ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇന്നലെ ബിജു മോഹൻ നേതൃത്വത്തിൽ ശ്രീജയ്ക്കെതിരെ CPM പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു. ശ്രീജ മൈക്രോ ഫിനാൻസുകളിൽ നിന്നെടുത്ത പണം തിരിച്ചു കൊടുക്കാത്തത് തട്ടിപ്പാണെന്നായിരുന്നു CPM-ന്റെ ആരോപണം. ഇതിൽ വലിയ മനോവിഷമത്തിലായിരുന്നു ശ്രീജ എന്ന് ഭർത്താവ് ജയൻ പറയുന്നു. ശ്രീജയുടെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങാൻ സമ്മതിക്കാതെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റ് CPM പ്രവർത്തകർക്കുമെതിരെ FIR ഇടണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ശ്രീജയെ CPM വ്യക്തിപരമായി വേട്ടയാടിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. CPM നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. വീടും പറമ്പും വിറ്റ് കടം വീട്ടാൻ തീരുമാനിച്ചിരുന്നതായെന്നും ഇവർക്കെതിരെ CPIM സാമ്പത്തിക തട്ടിപ്പ് ആരോപണം നടത്തിയിരുന്നു. CPIM ശ്രീജയെ വ്യക്തിഹത്യ നടത്തിയെന്ന് DCC അംഗം ജയമോഹൻ ആരോപിക്കുന്നു. സ്ഥിരമായി ശ്രീജയെ വേട്ടയാടി, യക്ഷിയുടെ പടം വെച്ച പോസ്റ്റർ ഇറക്കി, പണം തട്ടുന്ന യക്ഷിയാണെന്ന് പ്രചരണം നടത്തി. ഇന്നലെ പ്രതിഷേധ സംഗമത്തിലും വ്യക്തിഹത്യ നടത്തിയെന്നും ജയമോഹൻ പറയുന്നു. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ എന്താണ് തെറ്റ്? CPIM ഇപ്പോൾ വേട്ടയാടുന്നത് സ്ത്രീകളെയാണ്. ജനത്തെ സേവിക്കേണ്ട പോലീസ് പോലും ശ്രീജയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നില്ല, പരാതി സ്വീകരിക്കുന്നില്ല. ജനങ്ങളെ സേവിക്കാനാണ് പോലീസും സർക്കാരും ഉള്ളത്. പാർട്ടി ഭരിക്കുന്ന സർക്കാർ ഉള്ളിടത്തോളം ഇത്തരത്തിലെ കേരളത്തിൽ നടപടിയാവുകയുള്ളൂ. ശ്രീജയുടെ മരണവുമായി ബന്ധപ്പെട്ട് ശബരിനാഥൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിക്കുകയുണ്ടായി. പോസ്റ്റ് ഇങ്ങനെ: ശ്രീജ മെമ്പറുടെ മരണവാർത്ത കേട്ടാണ് ഇന്ന് ഉണർന്നത്. ആര്യനാട് പഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡ് മെമ്പറും മഹിളാ കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീജ ഒരുപക്ഷെ ജില്ലയിലെ ഒരു വാർഡിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് ജനപ്രതിനിധിയായത്. നല്ലൊരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവർക്കും സ്വീകാര്യയായി മുന്നോട്ടു പോകുമ്പോഴാണ് ചില സാമ്പത്തിക ബാധ്യതകൾ വന്നത്. ഈ ബാധ്യതകൾ അവസാനിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു വഴി മുന്നിൽ തെളിഞ്ഞിട്ട് ബാധ്യതകൾ തീർക്കാൻ തുടങ്ങുമ്പോഴാണ് ഇല്ലാ കഥകൾ പറഞ്ഞ് CPM അവരെ തേജോവധം ചെയ്തത്. കള്ളപ്രചാരണവും സോഷ്യൽ മീഡിയയിലെ അപവാദങ്ങളും കഴിഞ്ഞ് അടുത്ത ഘട്ടമായി ഇന്നലെ ആര്യനാട് ജംഗ്ഷനിൽ CPM നടത്തിയ പൊതുയോഗത്തിൽ ഹീനമായ കഥകൾ കെട്ടിച്ചമയ്ക്കുകയും പൊതുമധ്യത്തിൽ വാക്കുകളാൽ വിചാരണ ചെയ്യുകയും ചെയ്തു. ഇതുകൂടിയായപ്പോൾ അപമാനം സഹിക്കാൻ കഴിയാതെ ശ്രീജ മെമ്പർ മരണത്തിലേക്കുള്ള പാത സ്വയം തിരഞ്ഞെടുത്തു. സ്ത്രീ സുരക്ഷകർ എന്ന് പ്രഖ്യാപിക്കുന്ന CPM-കാർ തന്നെയല്ലേ ഈ മരണത്തിന് ഉത്തരവാദി? ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന CPM നേതാക്കൾക്ക് എതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ സർക്കാർ തയ്യാറാകണം. പ്രിയപ്പെട്ട ശ്രീജ മെമ്പർക്ക് ആദരാഞ്ജലികൾ. ഇതാണ് പോസ്റ്റ്. പഞ്ചായത്ത് മെമ്പറെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഏരിയ സെക്രട്ടറിയും അവരെ അധിക്ഷേപിച്ചതിൽ മനംനൊന്താണ് അവരെ ആത്മഹത്യ ചെയ്തത്. എന്നിട്ട് അവരുടെ ഭർത്താവും മകളും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി പോലും എടുക്കാൻ തയ്യാറല്ല. അത് അന്വേഷിച്ചിട്ടാണോ മൊഴിയെടുക്കുന്നത്? പരാതിക്കാർക്ക് കൊടുക്കാനുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പോലും അവർക്ക് നീതി കിട്ടുന്നില്ല. CPM ഈ വേട്ടയാടൽ അവസാനിപ്പിക്കണം. നിങ്ങളെന്താ സാമ്പത്തിക ബാധ്യതയുള്ള ആളുകൾക്കെതിരായിട്ട് നിങ്ങൾ പൊതുയോഗം നടത്തി നിങ്ങളെ ഒരു അധിക്ഷേപിക്കുക? എന്തൊരു പാർട്ടിയാണിത്? എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു.
സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി CPM മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിൽ ശക്തിയായ പ്രതിഷേധമുണ്ട്. അത് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുക്കണം, ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു.